മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഉണ്ണിക്ക് സംശയങ്ങൾ തോന്നി തുടങ്ങിയെന്ന് അനന്തുവിന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അനന്തു മഹിയോട് പറയുകയാണ്, ഇനി ഫോൺ വിളിയും നേരിട്ടുള്ള കൂടിക്കാഴ്ചയും ഒക്കെ തന്നെ കുറച്ച് കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. കാരണം അവൻ മേഘനാഥനേക്കാൾ ഡേഞ്ചറാണ് ആ ഉണ്ണി. അവന് സംശയം തോന്നി തുടങ്ങിയത് കൊണ്ട് തന്നെ സത്യങ്ങളിലേക്ക് അവൻ സഞ്ചരിക്കുക തന്നെ ചെയ്യുമെന്നൊക്കെ അനന്തു ഒരു മുൻകരുതൽ കൊടുക്കുന്നു. അങ്ങനെ മാർക്കോയാണെങ്കിൽ ഉണ്ണിക്കിട്ട് ഒരു പണി കൊടുക്കണമെന്ന് കണ്ണനോട് പറയുമ്പോൾ 100 വട്ടം അത് വേണം. കാരണം അവൻ കുറച്ച് കൂടുതലാണെന്നൊക്കെ കണ്ണൻ പറയുന്നു. പിന്നീട് പ്രതാപനാണെങ്കിൽ പതിവ് പോലെ തന്നെ രാത്രി എഴുന്നേറ്റ് നടക്കുകയാണ്, എങ്ങോട്ടൊന്നില്ലാതെ ഒരു പിശാച് കയറിയതുപോലെയൊക്കെ. അത് മാർക്കോ കണ്ണിൽ കാണുന്നുണ്ട്. താൻ എങ്ങോട്ടാണോ ഈ പോകുന്നതെന്ന് പ്രതാപനോട് മാർക്കോ ചോദിക്കുമ്പോഴാണ് അയാൾ സ്വയബോധത്തിലേക്ക് വരുന്നത്. മാർക്കോ മോനെ, ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ മാർക്കോയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇതൊക്കെ അമ്മയുടെ പണിയാണെന്ന്. കാരണം അമ്മ ഓൾറെഡി മാർക്കോയോട് പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ്, അവൻ ഇനി ഭ്രാന്ത് പിടിച്ച് അലയുമെന്ന്. എന്തായാലേ ഇവിടെ ദുർമരണങ്ങളും പിശാചുക്കളൊക്കെ അലഞ്ഞു നടക്കുന്ന സ്ഥലമാണ്. എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകാൻ നോക്കുമെന്ന് പറയുമ്പോൾ നീ എന്നെ വീട്ടിലേക്ക് കൊണ്ടാക്കിയിട്ട് പോടാ എന്നൊക്കെ പറഞ്ഞ് പ്രതാപനാണെങ്കിൽ മാർക്കോയ്ക്ക് മുന്നിൽ പേടിച്ച് പറിച്ച് നിൽക്കുകയാണ്. പക്ഷെ മാർക്കോയാണെങ്കിൽ ഇത് കേൾക്കുന്നില്ല. പിന്നീട് പ്രതാപനാണെങ്കിൽ എങ്ങോട്ട് പോകുമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് മാർക്കോയുടെ വണ്ടി പോകുന്നത് നിൽക്കുന്നത്. പെട്ടെന്നാണ് അതിൽ വിശ്വനാഥൻ പ്രതാപനെ നോക്കി ടാറ്റ കാട്ടി പോകുന്നത് കാണുന്നത്. അയാളാണെങ്കിൽ ആ കാഴ്ച കണ്ട് പേടിച്ചോടുന്നു. പിന്നീട് മുത്തശ്ശിയും മോഹിനിയും പ്രതാപനെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നീ എന്തുകൊണ്ടാണ് എൻ്റെ മോനെ നോക്കാത്തെന്നൊക്കെ ചോദിച്ചുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ മോഹിനിയെ വഴക്ക് പറയുന്നുണ്ട്. അവിടേക്ക് പ്രതാപൻ ഓടി വരുന്നതാണ് കാണുന്നത്. എടാ മോനെ, നീക്കിത് എന്താ, എവിടേക്ക് പോയത്, നിനക്കിത് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മിങ്ങോ വന്നേ, ഞാൻ കുറെ കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ പ്രതാപനാണെങ്കിൽ വേഗം തന്നെ മുത്തശ്ശിയെ വിളിച്ചു പിടിച്ച് കൊണ്ടുപോകുന്നു. എന്താടാ? അതെ, ആ മാർക്കോ ഉണ്ടല്ലോ, അവനും ആ വിശ്വനാഥനും ഒരേ ഗണത്തിൽപ്പെട്ടവരാ. അവര് ആത്മാക്കളാണ്. മാർക്കോയുടെ ബൈക്കിന് പുറകിൽ വിശ്വനാഥൻ കയറിപ്പോയി എനിക്ക് ടാറ്റ തന്നു എന്നൊക്കെ പറയുമ്പോൾ, എടാ നീ എന്തൊക്കെ പിച്ചുമ്പയെ പറയുന്നത്, നിന്നെ ഒരു ഡോക്ടറെ കാണിക്കണം. അല്ലമ്മേ, സത്യ, ഞാൻ കണ്ടതാ. ഇവിടെ നിന്നും എങ്ങനെയാ ഞാൻ എങ്ങോട്ടാ ഇറങ്ങിപ്പോയെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് അമ്മേ. എത്രയും പെട്ടെന്ന് ഈ ആത്മാവിനെ ഒഴിച്ചു കളഞ്ഞില്ലെങ്കിൽ എൻ്റെ കാര്യം കഷ്ടത്തിലാവുമെന്ന് പ്രതാപൻ പറയുന്നു. അങ്ങനെ വാമദേവന് വിവരം അറിയിക്കുകയാണ്. വാമദേവനാണെങ്കിൽ ദുർഗയോട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഒരു പൂജയും കാര്യങ്ങളൊക്കെ വേണമെന്ന്. കണ്ണന്റെ സമ്മതത്തോട് കൂടിയിട്ട് ആ പൂജ നടത്താൻ തീരുമാനിക്കുന്നു. കരുണയും ഉണ്ണിയും വാമദേവനും സീമന്തിനിയും കണ്ണനും കരുണയും എല്ലാവരും തന്നെ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല ഒരു സ്വാമിജിയെ തന്നെയാണ് അങ്ങോട്ട് കൊണ്ടുവരുന്നത്. ആ സ്വാമിയാണെങ്കിൽ പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ തയ്യാറെടുത്തതിന് ശേഷം തുടങ്ങുകയാണ്. അങ്ങനെ അയാൾ ആകാശത്തൊക്കെ നോക്കി എന്തൊക്കെയോ സംസാരിക്കുന്നു. നിനക്കെന്താ ഇവിടെ വിട്ടു പോവാൻ ആയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്, അതും ആത്മാവിനോട്. ഉണ്ണിയൊക്കെ തന്നെ ആരോടെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് നോക്കുന്നുണ്ടെങ്കിലും ആരെയും കാണുന്നില്ല. ആ സ്വാമിയാണെങ്കിൽ വിശ്വനാഥനോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയം വാമദേവനാണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഈശ്വര, ഇനിയിപ്പോ ഞാനാണ് ആ വിശ്വനാഥനെ കൊന്നെന്നുള്ള കാര്യം ആ ആത്മാവെങ്ങാനും പറയോ എന്നൊക്കെ പേടിച്ച് അയാൾ അങ്ങനെ നിൽക്കുകയാണ്. കാരണം കണ്ണന്റെ മുന്നിൽ ആ ഒരു സത്യം അറിയുകയാണെങ്കിൽ ഉറപ്പായിട്ടും വിശ്വ നമ്മുടെ വാമദേവന്റെയും പ്രതാപന്റെയും ചീട്ട് കീറും. അങ്ങനെ പെട്ടെന്നാണ് അവിടേക്ക് സത്യങ്ങൾ വെളിപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് മാർക്കോയുടെ മാസ് എൻട്രി. എല്ലാവരും ആകെ ഷോക്കാവുന്നുണ്ട്. മാർക്കോയാണെങ്കിൽ വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് കണ്ണൻ ഉണ്ടെന്ന് പോലും നോക്കാതെ ആ പൂജാക്കളങ്ങളൊക്കെ തന്നെ അലങ്കോലമാക്കുന്നു. എന്നിട്ട് സ്വാമിജിയോട് പറയുന്നുണ്ട്, ഏതാടാ നീ, മര്യാദയ്ക്ക് എഴുന്നേറ്റ് പോടാന്നൊക്കെ പറയുമ്പോൾ നീ ആ ആത്മാവിന്റെ ആളല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. ഇത് കേട്ട് കണ്ണനാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ് എല്ലാവരും. അങ്ങനെ അതേടാ, ഞാൻ ആത്മാവിന്റെ ആളാണെന്നൊക്കെ പറഞ്ഞ് ആ പൂജാരി അവിടെ നിന്നും ആട്ടിവിടുകയാണ്. മാർക്കോ, നീ എന്തൊക്കെയാ ചെയ്യുന്നത്, ഇത് കുറച്ച് അഹങ്കാരമാണെന്നൊക്കെ പറഞ്ഞ് ഉണ്ണിയാണെങ്കിൽ മാർക്കോയെ തടയാനായിട്ട് വരുമ്പോൾ, ദേ നോക്ക്, നിന്നെ ഞാൻ നോട്ടമിട്ട് വെച്ചിരിക്കുക, മര്യാദയ്ക്ക് മാറി നിൽക്കടാ, നിന്നെയും നിന്റെ പെണ്ണുമ്പിള്ളയുടെയും അഹങ്കാരം തീർക്കാനായിട്ട് ഞാൻ ഒരു ദിവസം വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോയാണെങ്കിൽ ഉണ്ണിയെ പിടിച്ച് തള്ളുകയാണ്. ഇത് ദുർഗയ്ക്ക് സഹിക്കുന്നില്ല. ദേ കണ്ണ, ഇതൊക്കെ കുറച്ച് ഓവറാണ് കേട്ടോ. സുഹൃത്തും ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ശരി, ഇത് കുടുംബത്തിൽ കയറിയുള്ള കളിയാണെന്നൊക്കെ പറഞ്ഞ് കണ്ണനോട് വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് ദുർഗ സംസാരിക്കുമ്പോൾ, സാർ എന്നോട് ക്ഷമിക്കും, എനിക്കിത് ചെയ്യേണ്ടി വന്നു. സാറിന്റെ അച്ഛന്റെ ആത്മാവിനെ എന്തിനാ ഇവര് കാണുന്നത്? ഈ പ്രതാപനും സാറിന്റെ ഈ അമ്മാവിനെയൊക്കെ കാണാൻ മാത്രം ഇവരാണോ സാറിന്റെ അച്ഛനെ കൊന്നെന്ന് ചോദിക്കുമ്പോൾ, ദേ അനാവശ്യം വിളിച്ചു പോകലേ എന്ന് പറഞ്ഞുകൊണ്ട് വാമദേവൻ അങ്ങോട്ട് വരുന്നു. എന്താടോ, താനെന്നെ തല്ലുവോ? തൻ്റെയൊക്കെ പുറകിൽ പല കാര്യങ്ങളും ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടൊക്കെ അല്ലേ താനും പ്രതാപനൊക്കെ തന്നെ ഈ ആത്മാവിനെ ഇങ്ങനെ പേടിക്കുന്നത്. കരുണയും പ്രതികരിക്കുന്നുണ്ട്, മിണ്ടി പോവരുത്, നിന്നെ ഒരു പെണ്ണാണെന്നുള്ള നിലയ്ക്ക് മാത്രമാണ് ഞാൻ വിട്ടുവെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോയാണെങ്കിൽ കരുണയ്ക്ക് നേരെ പാഞ്ഞെടുക്കുന്നു. മാർക്കോ, താൻ ഇപ്പൊ പോ, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത്, താൻ പോ, നമുക്ക് പിന്നീട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനാണെങ്കിൽ അവിടെ നിന്നും മാർക്കോയോട് വളരെ ദേഷ്യത്തോട് സംസാരിക്കുകയാണ്. കാരണം ശത്രുക്കളുടെ മുന്നിൽ മാർക്കോയും കണ്ണന്റെ ശത്രുവാണ്. അങ്ങനെ
കണ്ണൻ ചിന്തിക്കുന്നുണ്ട് ഒരു കാരണവുമില്ലാതെ മാർക്കോ ഇങ്ങനെ ചെയ്യില്ല എന്ന്. എന്തായാലും അതിന് പുറകിലുള്ള കാരണം അമ്മ തന്നെയാണ് മാർക്കോയെ അങ്ങോട്ട് വിട്ടയച്ചത്. ഒരു പക്ഷേ വിശ്വനാഥന്റെ ആത്മാവ് തളയ്ക്കപ്പെടുകയാണെങ്കിൽ പ്രതാപനും നമ്മുടെ വാമദേവനുമുള്ള തക്ക ശിക്ഷ ലഭിക്കാതെ പോകും. ആ ഒരു കാര്യം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അമ്മ മാർക്കോയെ കറക്റ്റ് സമയത്ത് അങ്ങോട്ട് വിട്ടാക്കുന്നതും. പിന്നീട് കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അനന്തുവിന്റെ വീട്ടിലേക്ക് കണ്ണൻ എത്തുന്നുണ്ട്. വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് മഹിയും കണ്ണന്റെ അരികിലേക്ക് എത്തുന്നത്. പക്ഷെ അവൾ കേൾക്കുന്ന വാർത്ത കേട്ട് ആകെ ഷോക്കാവുന്നു. പ്രതാപൻ വിശ്വനാഥന്റെ ആത്മാവിനെ കാണുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ മഹിയാണെങ്കിൽ ആകെ പേടിച്ചു പോവുകയാണ്. കാരണം താൻ ഒരുപാട് കാലം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച് നടക്കുന്ന ഒരു സത്യമാണ്. അത് ഇത്രയും കാലം മറച്ചു പിടിച്ച് നടക്കുന്നതിൽ കണ്ണേട്ടൻ ഒരിക്കലും തന്നോട് ക്ഷമിക്കില്ല എന്ന് മഹിക്ക് നല്ല ബോധ്യമുണ്ട്. അങ്ങനെ മാർക്കോ വന്ന് കാണിച്ച കാര്യങ്ങളൊക്കെ തന്നെ പറയുമ്പോൾ അനന്ത് പറയുന്നുണ്ട് ഒരു കാരണവുമില്ലാതെ അങ്ങനെ അവൻ കാണിക്കാൻ വഴിയില്ല. താനൊരു കാര്യം ചെയ്യ് കണ്ണൻ, എത്രയും പെട്ടെന്ന് മാർക്കോയെ കണ്ടെന്ന് സംസാരിക്ക്, അവൻ എന്തിനായിരിക്കും അങ്ങനെ ചെയ്തതെന്ന്. പെട്ടെന്ന് തന്നെ മാർക്കോ കണ്ണൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. സാറിനെ എനിക്കൊന്ന് കാണണം, സാർ എന്നോട് ക്ഷമിക്കണം, ഒന്ന് കാണാൻ വരുമോ എന്ന് ചോദിക്കുമ്പോൾ വരാമെന്ന് പറഞ്ഞ് കണ്ണനാണെങ്കിൽ ഫോൺ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ മാർക്കോയെ കാണാനായിട്ട് പോകുന്നുണ്ട്. സാർ, പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ സാറിൻ്റെ അച്ഛൻ്റെ കൊലയാളികളും സാറിൻ്റെ അവസ്ഥയ്ക്ക് കാരണക്കാരായവരും നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടെന്ന്. മാർക്കോ എന്തൊക്കെയാ പറയുന്നത്, നേരെ തെളിച്ച് പറയും. അത് ഈ പ്രതാപൻ ലോറി ഡ്രൈവർ അല്ലേ, വാമദേവനും പ്രതാപനും തമ്മിൽ ഒരുപാട് കൊല്ലത്തെ പരിചയമാണ്. അത് നിങ്ങളൊക്കെ കുഞ്ഞുനാൾ മുതലുള്ള സൗഹൃദമാണ് അവരുടേത്. അന്നത്തെ വിശ്വനാഥൻ സാറിൻ്റെ ഏറ്റവും വലിയ ശത്രു ആവാനാണ് സാറിൻ്റെ അമ്മാവനായിട്ടുള്ള വാമദേവൻ. സാധ്യതകൾ അങ്ങനെയാണ്. കാരണം ഇന്ന് മേഘനാഥനാണല്ലോ അന്നത്തെ വാമദേവൻ. സാറിൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനായിട്ട് കൊതിച്ചുകൊണ്ട് നടക്കുന്ന ഒരു രക്ഷസ്. ഇത് കേട്ട് കണ്ണനാണെങ്കിൽ ആകെ ഞെട്ടി വിറയ്ക്കുകയാണ്. കാരണം മാർക്കോ പറയാൻ വരുന്ന കാര്യം എന്താണെന്ന് അവന് വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ മാർക്കോ പറയുന്നുണ്ട്, അന്ന് വെറും ലോറി ഡ്രൈവർ മാത്രമായിരുന്നു ഈ പ്രതാപൻ. അയാൾ എന്തുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഒരു പണക്കാരനായത്? അതിന് പുറകിൽ എന്തൊക്കെയോ ദുരൂഹതയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നൊരു ലോറി ആയിരുന്നു സാറും സാറുടെ അച്ഛനും സഞ്ചരിച്ച വെഹിക്കിൾ കൊണ്ടിടിച്ചത്. ഇതൊക്കെ കേട്ട് മാർക്കോ, താൻ എന്തേ പറയാൻ വരുന്നത്? അതെ സാറേ, ഇന്ന് പ്രതാപൻ സാറുടെ അച്ഛൻ്റെ ആത്മാവിനെ കണ്ട് പേടിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് പിന്നിൽ വലിയൊരു കൊലപാതകത്തിന്റെ ചതിയുണ്ട്. സാറിന്റെ അച്ഛനെ ഈ ഭൂമിയിൽ നിന്നും വിട്ടയച്ചത് പ്രതാപനും സാറിന്റെ അമ്മാവനും ചേർന്നിട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് അവരെല്ലാവരും ഇത്ര ധൃതിയിൽ പൂജയും മറ്റും ചെയ്ത് അച്ഛനെ ഇവിടെ നിന്നും പറഞ്ഞയക്കാനായിട്ട് ധൃതി കൂട്ടുന്നത്. അതൊരിക്കലും സമ്മതിക്കരുതെന്നൊക്കെ കണ്ണനോട് മാർക്കോ പറയുന്നു. എന്തായാലും കണ്ണനാണെങ്കിൽ ആ സത്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി മഹാലക്ഷ്മി സത്യങ്ങൾ മറച്ചു വെച്ചു എന്നുള്ള ഒരു കാര്യം പറഞ്ഞാൽ കണ്ണന് ഒരിക്കലും അത് താങ്ങാനായിട്ട് കഴിയില്ല. അപ്പോൾ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്.